ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം. ഇത് പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു റോഡിലെ തെർമോപ്ലാസ്റ്റിക് ലൈൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അത് ഷോർട്സ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൽ പരിമിതമായ കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് എത്തിയേക്കുന്നത്. നമ്മളെ മാർക്കിംഗ് ചെയ്യുന്നത് നമ്മളെ മുത്തും ടീമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോയി തന്നെ കാണാം. ചങ്ങായിമാരെ നമുക്ക് പരിചയപ്പെടാൻ രണ്ട് മെറ്റീരിയലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ്, ഇതാ വെളുത്ത നിറത്തിൽ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് പോലെ ഇരിക്കുന്ന പരുക്കനായിട്ടിരിക്കുന്ന ഈ പെയിൻറ്റ് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് റെസിൻ, അതായത് പ്ലാസ്റ്റിക് കലർന്ന റെസിനും പിഗ്മെൻസും അതുപോലെ ഗ്ലാസ് ബീഡ്സിൻ്റെ തരികളും ഫില്ലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്ത നിറത്തിലുള്ള നീറ്റൊക്കെ പോലെ ഇരിക്കും. പിന്നെ മണൽ പോലെ നല്ല പരുക്കനായിരിക്കും. പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസ്, മറ്റ് കെമിക്കൽസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 25 കിലോ വരുന്ന പാക്കറ്റിലാണ് ഈ പെയിൻറ്റ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പൊടിച്ച ഗ്ലാസ് ബീഡ്സ് തരികൾ. ഇത് രണ്ടും ചേർന്നിട്ടാണ് നമ്മൾ റോഡിലിടുന്ന വര ഇടുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയിലറാണ്. 150-200 ഡിഗ്രിയിൽ ചൂടാക്കാൻ കഴിവുള്ള 1 ടണ്ണിന് പുറത്ത് വെയിറ്റുള്ള ബോയിലർ. ഈ ബോയിലർ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ പെയിൻറ്റ് മെൽറ്റ് ആക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും പെയിൻറ്റ് നമ്മൾ ഈ ബോയിലറിൻ്റെ ടോപ്പിലൂടെ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനുമായിട്ട് ഒരു ബെൽറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്തേക്കും. ഇതിനകത്തൊരു ആക്സിൽ ഉണ്ടാകും. നമ്മളെ മാവ് കുഴക്കണം അതേ പരിപാടിയാണ് കേട്ടോ. ഗ്രൈൻഡറിലൊക്കെ മാവ് കുഴക്കും പോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അടിയിൽ നിന്നുള്ള ഹീറ്റ് കാരണം ഇത് നന്നായിട്ട് മെൽറ്റായി നമ്മുടെ പാല് പോലെ അരച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല മെൽറ്റായിട്ട് ഈ പെയിൻറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേറ്റർ മെഷീനാണ്. നമ്മുടെ വര ഇടാൻ ഉപയോഗിക്കുന്ന, നമ്മൾ പയ്യന്മാർ തള്ളിക്കൊണ്ട് പോകുന്ന ഈ മെഷീൻ, ഇതിൻ്റെ പേരാണ് ആപ്ലിക്കേറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ലേയിങ് ഷൂ. ഈ കാണുന്നതാണ് ലേയിങ് ഷൂസ്. ഇത് 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്ററാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വിഡ്ത്ത്. 10ലും 15ലുമാണ് നമ്മൾ എഡ്ജ് ലൈനും സെൻട്രൽ ലൈനൊക്കെ ചെയ്യുന്നത്. നമ്മൾ റോഡിൻ്റെ കുറുകെ അടിക്കുന്ന നമ്മുടെ പെഡസ്ട്രിയൻ റംബിൾ സ്ട്രിപ്പ് അതിനൊക്കെ മാത്രമേ 20-25 ഷൂ ഉപയോഗിക്കുകയുള്ളൂ. ഈ കാണുന്നതാണ് ഗ്ലാസ് ബീഡ്സ് വീഴുന്ന ബോക്സ്. ഇതൊരു ഓസുമായിട്ട് കണക്ട് ചെയ്ത് നേരെ ഗ്ലാസ് ബീഡ്സ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ബോക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ കാണുന്നുണ്ട് നമ്മുടെ ഗ്ലാസ് പൊടിച്ച് തരിയാക്കിയിട്ട് ഗ്ലാസ് ബീഡ്സ് ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഒരു ഗ്യാസ് കുറ്റി. ഈ ഗ്യാസ് കുറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ഒരു റെഗുലേറ്റർ ഉപയോഗിച്ചിട്ട് 2 സ്ഥലത്തേക്ക് തീ കൊടുക്കണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലേയിങ് ഷൂസിലോട്ടും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഡ്രമ്മിലേക്കും. കാരണം ഒരു കാരണവശാലും ഈ റോഡിൽ എത്തുന്നത് വരെ, റോഡിലേക്ക് വീഴുന്നത് വരെ ഈ പെയിൻറ്റ് ഡ്രൈ ആവാൻ പാടില്ല. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പെയിൻറ്റ് നമ്മുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫിനിഷിങ്ങിനോ നന്നായിട്ട് ചെയ്യാനോ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ടോപ്പിലൊരു ഹാൻഡിലുണ്ടാവും. ഈ ഹാൻഡിൽ മാനുവലായിട്ട് നമ്മൾ പിടിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ബോയിലറിൻ്റെ മണ്ടയിലുള്ള അതേ സെറ്റപ്പ് തന്നെയാണ്. ഇതിൽ മെഷീനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് മാനുവലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കറയിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെയിൻറ്റ് ഡ്രൈ ആയി പോകും. അപ്പം നന്നായിട്ട് മെൽറ്റായ നല്ല വെള്ള നിറത്തിലുള്ള പെയിൻറ്റ് നമ്മുടെ ആപ്ലിക്കേറ്റർ മെഷീനിലോട്ട് നമ്മളിങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ബീഡ്സ് ബോക്സിലേക്ക് കുറച്ച് ഗ്ലാസ് ബീഡ്സ് തരികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരയിടാനുള്ള പരിപാടിയാണ്. വരയിടാനായിട്ട് മെയിനായിട്ട് റോപ്പ് സെറ്റ് ചെയ്യണം. നല്ല നല്ല ഒരു ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. പെർഫെക്ഷനോട് ഒരു ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഒരു പൊടിയോ അല്ലെങ്കിൽ നനവോ അല്ലെങ്കിൽ മറ്റ് പൊടിപടലങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ലൈൻ വീഴുന്ന സ്ഥലം നീറ്റായിരിക്കണം, നല്ല വെറ്റായിരിക്കണം, നല്ല അടിപൊളിയായിരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേറ്ററിൻ്റെ മുമ്പിലുള്ള ആ നീഡിൽ റോപ്പിന് മുകളിലൂടെ പോകുമ്പോഴാണ് ലൈൻ തെറ്റാതെ പോകുന്നത്. അത് ഉപയോഗിച്ച് ലൈൻ ഇടുന്ന പരിപാടിയാണ്. നമുക്ക് കാണാൻ പറ്റും ഡ്രമ്മിൽ നിന്ന് നേരെ ഷൂവിലോട്ട് പെയിൻറ്റ് പിടിക്കുന്ന പരിപാടി. ഈ ഷൂ ഓവർഫ്ലോ ആവാൻ പാടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ പെയിൻറ്റ് പിടിക്കൂ. ഇനി നമ്മൾ കാണുന്നത് ഈ ഗ്ലാസ് ബീഡ്സ് തരികൾ, അതായത് നമ്മുടെ പെയിൻറ്റ് വരയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വീഴുന്ന ഗ്ലാസ് ബീഡ്സ് തരികളാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു ആക്സിലുമായിട്ട് ടയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ടയർ കറങ്ങുന്നതനുസരിച്ച്, അതിനകത്തുള്ള സാധനം കറങ്ങുന്നതനുസരിച്ച് ഈ ലൈനിൻ്റെ മുകളിലൂടെ ഗ്ലാസ് ബീഡ്സ് തരികൾ വീണുകൊണ്ടിരിക്കും. ഈ ഗ്ലാസ് ബീഡ്സ് തരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നൈറ്റ് റിഫ്ലക്ഷൻ കിട്ടും. പിന്നെ സ്കിഡിങ് ഒഴിവാകാൻ വേണ്ടിയാണ് ഈ ഗ്ലാസ് ബീഡ്സ് തരികൾ ഉപയോഗിക്കുന്നത്. ഈ ഗ്ലാസ് ബീഡ്സ് പോയ ലൈനുകളാണ് നമ്മൾ രാത്രി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലൈൻ മങ്ങി കിടക്കും, നല്ലൊരു തിളക്കം ഉണ്ടാവില്ല. പക്ഷേ പുതുതായിട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല തിളക്കം ഉണ്ടാവും അല്ലേ. അതായത് 1 മാസത്തിനുള്ളിലൊക്കെ മാർക്ക് ചെയ്ത ലൈനുകളാണെങ്കിൽ രാത്രി നല്ല റിഫ്ലക്ഷൻ ആയിരിക്കും. ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്ലാസ് ബീഡ്സ് തീർന്ന് പോകുന്നത് കൊണ്ടാണ് നൈറ്റ് റിഫ്ലക്ഷൻ ഇല്ലാത്തത്. കാറിലേക്ക് ഈ പെയിൻറ്റ് വീണ് കഴിഞ്ഞാൽ മാക്സിമം 5 മിനിറ്റിൽ തന്നെ നന്നായിട്ട് ഇത് ഡ്രൈ ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വാഹനം കയറിയാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് മുമ്പേ ഈ വണ്ടിയൊക്കെ ലൈനിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് ലൈൻ കറുത്ത് പോകുന്നത്. അപ്പോൾ ചങ്ങായിമാരെ, ഈ ലൈൻ സെറ്റ് കഴിഞ്ഞാൽ ഓഡോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചങ്ങായിമാരെ, ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.